ശ്രീ രാഹുൽ ഈശ്വർ, നേരത്തെ മഹേഷ് പണിക്കർ താങ്കളുടെ ജയിൽ പോക്കും ഈ പറയുന്ന എൻ്റെ സാഹചര്യം തമ്മിൽ ഒന്ന് കണക്ട് ചെയ്ത് സംസാരിച്ചു. താങ്കൾക്കത് വേണമെങ്കിൽ മറുപടി പറയാം. രാഹുൽ ഈശ്വർ, SITക്ക് ഈ ഘട്ടത്തിൽ പരിമിതിയാണ്. ഇനി ഡിമണിയാണ് കണ്ണിയെങ്കിൽ അതിന് തമിഴ്നാട് പോലീസിന് സഹായം വേണം. നിലവിൽ വലിയ സഹായം കിട്ടുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അതിന് കൃത്യമായ കാരണങ്ങളുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. ഇനി കടൽ കടത്തിയെങ്കിൽ വിദേശത്ത് പോയി SITക്ക് അന്വേഷിക്കണം. അന്വേഷിക്കാൻ കേന്ദ്രാനുമതി വേണം. സ്വാഭാവികമായും അന്വേഷണം CBIയിലേക്ക് എന്ത് വേണം മനസ്സിലാക്കാൻ. CBI ED ഒക്കെ അന്വേഷണം കറപ്റ്റാണെന്ന് ആരോപണം ഉയരാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി. ഇപ്പോൾ ഡിപ്ലോമാറ്റിക് ബാഗേജ് സ്വർണ്ണക്കടത്തിൽ മല പോലെ വന്ന് എലിപോലെ പോയ അന്വേഷണം ഒരുപാട് നമ്മൾ കണ്ടതുമാണ്. ചുരുക്കത്തിൽ രാഹുൽ ഈശ്വർ, ശബരിമല ക്ഷേത്രക്കൊള്ളയിലെ മഹാരഹസ്യങ്ങൾ അനന്തകാലത്തോളം നമ്മൾ ഒന്നും അറിയാതെ രഹസ്യമായി തുടരുമോ രാഹുൽ? ഹാഷ്മി, 3 കാര്യങ്ങൾ. ഒന്ന്, അങ്ങ് ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ തവണ ഞാൻ ജയിലിൽ കിടന്നപ്പോൾ 4-1 എന്ന സുപ്രീം കോടതി വിധിന്യായം മാറിയിട്ടുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങളെപ്പോലെ ഒരുപാട് ആൾക്കാർ, ഇവിടെ ഇരിക്കുന്ന വേറെ ആരും അങ്ങനെ ശബരിമലയ്ക്ക് വേണ്ടി ജയിലിൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ വിശ്വാസികൾ വിശ്വാസത്തോടെ സത്യത്തിന് വേണ്ടി പോരാടിയാൽ അയ്യപ്പൻ സപ്പോർട്ട് ചെയ്യും. ഇനി ഇതേപോലെ കേരളത്തിൽ ഒരു മെൻസ് കമ്മീഷൻ വരുമ്പോഴും ഇതിന്റെ ഗുണം എല്ലാവർക്കും കിട്ടും. അപ്പോഴും ഞങ്ങളെപ്പോലുള്ള കുറെ പേര് മെനക്കെട്ട് ഇറങ്ങിയോണ്ടാണ് എന്നവർ തിരിച്ചറിഞ്ഞാൽ മതി. 2, ഈ വിഷയം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഇതിലെ തന്ത്രകുടുംബത്തിലേക്ക് അന്വേഷണം നീളുന്നതിന് നിമിത്തമായി താങ്കൾ ജയിലിൽ പോയതിനെ കാണുകയാണ് ശ്രീ മഹേഷ് പണിക്കർ. രണ്ട് തന്ത്രി കുടുംബത്തിലേക്ക് എവിടെയാണ് അന്വേഷണം നീണ്ടത്? തന്ത്രിമാരോട് മൊഴിയെടുക്കാൻ വേണ്ടിയല്ലേ വിളിപ്പിച്ചത്? മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതിനെ മാറ്റി ചോദ്യം ചെയ്യലെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആവുമോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ 9 ഇടക്കാല വിധി ന്യായങ്ങളും ഒരുപക്ഷെ ഹാഷ്മി വായിച്ചു കാണും. അതിലെവിടെങ്കിലും തന്ത്രിക്കെതിരെയോ ബാക്കി ആർക്കെതിരെയും പരാമർശമുണ്ടോ? ഈ കാടടച്ച് വെടിവെക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നമുക്ക് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? കോടതി പറയുന്നതല്ലാതെ നമുക്കാർക്കും SITയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അറിയില്ല, കോടതിയിൽ പറയുന്നത് അറിയില്ല. അപ്പം ബഹുമാനപ്പെട്ട കോടതി വിധിന്യായങ്ങൾ വായിക്കുക, കോടതി വിധിന്യായങ്ങളിൽ എന്ത് പറയുക, അതിന്റെ ബേസ് ചെയ്ത് അനുമാനങ്ങളിൽ എത്തുക എന്നൊരു വഴി മാത്രമല്ലേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാവുന്നല്ലാതെ ബാക്കി എന്ത് കാര്യമുള്ളത്? അവിടെയാണ് നമ്മൾ ഈ വിഷയം വളരെ സെൻസിറ്റീവ് ആയിട്ട് എടുക്കണം. ഞാനിപ്പോൾ റെജി ലൂക്കോ സാറിനെതിരുള്ള വ്യക്തിയാണ്, CPM വിരുദ്ധനാണ്. പക്ഷേ ഞാൻ ഒരിക്കലും CPMന്റെ ആരെങ്കിലും കടന്നാക്രമിക്കാത്തതോ കടകംപള്ളി സാറിന്റെയോ പിണറായി വിജയൻ അവരുടെയോ പേര് പറയാത്തത് അവരുടെ പേരുകൾ തൽക്കാലമില്ല. നാളെ വരികയാണെങ്കിൽ പറയാം. അതേപോലെ നാളെ ആരുടെ പേര് വരികയാണെങ്കിൽ നമ്മൾ പറയണം, അവരെ അതിശക്തമായി ആക്രമിക്കണം. പക്ഷേ കയ്യിലിരിക്കുന്ന കോൺസ്പിറസി തിയറീസ്, ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ വെച്ച് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത്? അവിടെയാണ് ഹാഷ്മി ആദ്യം ചോദിച്ചതും കമാൽ പാഷ് സാർ പറഞ്ഞതും ഒക്കെ പ്രസക്തമായ കാര്യങ്ങൾ. അതായത് അവിടത്തെ സ്വർണം പതിച്ച ചെമ്പ് പാളികൾ എവിടെ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇതിന്റെ ഒറിജിനൽ വീണ്ടെടുക്കണം. ഇപ്പൊ സംഭവിക്കുന്നത് ടാലി ചെയ്ത് തൂക്കം ഒപ്പിച്ച് എന്തെങ്കിലും രീതിയിൽ രക്ഷപ്പെടുത്താൻ ആൾക്കാർ നോക്കുകയാണ്. അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇനി വേണ്ട കാര്യങ്ങൾ എന്താ? നമുക്ക് ഇതിന്റെ ഡിസ്കവറി വേണം, പ്രോപ്പർ ഡോക്യുമെന്റേഷൻ വേണം. അതോടൊപ്പം ഇത് ആരൊക്കെയാണ് പങ്കുള്ളത്? ഈ കൊള്ളയിൽ കവർച്ചയിൽ, കടത്തൽ പോലുമല്ല, കൊള്ളയും കവർച്ച, ഹേസ്റ്റ് ആൻഡ് പ്ലണ്ടർ എന്ന് ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളിൽ നമുക്ക് അതിന്റെ ശിക്ഷയും വേണം. ഈ കാര്യങ്ങളല്ലേ നമുക്ക് വേണ്ടത്. ഇപ്പം വേണമെങ്കിൽ എനിക്ക് റെജി ലൂക്കോ സാറിനെ അടിക്കാനോ, അതുകൊണ്ടാണ് ഈ സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. സഖാക്കൾ ഉണ്ടേ അയ്യപ്പ, പാട്ട് നല്ലതാണ്, ഞാൻ കുഞ്ഞബ്ദുള്ളയെ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷേ സഖാക്കൾ ഉണ്ടേ അയ്യപ്പ എന്നേ പറയാവൂ. കാര്യം എല്ലാ സഖാക്കളും മോശക്കാരൊന്നുമല്ല. ശബരിമലയുടെ ചരിത്രത്തിലിരുന്ന ഏറ്റവും നല്ല ദേവസ്വം മന്ത്രി ഒരു സഖാവാണ്, ശ്രീ ജി സുധാകരൻ. പ്രയാർ സാറാണ്, കോൺഗ്രസ്സുകാരനാണ് ഏറ്റവും നല്ല ദേവസ്വം പ്രസിഡന്റ്. അപ്പോൾ ഒരുപാട് പേര് നല്ലവരുണ്ട്, ഇല്ലെന്നല്ല. അപ്പോൾ ഇതൊരു കക്ഷി രാഷ്ട്രീയത്തിന് വേണ്ടിയോ നമ്മുടേതായ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാനോ വേണ്ടിയല്ല. സ്വാമി അയ്യപ്പന്റെ കാര്യം പറയുമ്പോൾ 100% നമ്മൾ സത്യമായിരിക്കണം. ആ സത്യം പറഞ്ഞുകൊണ്ടാണ്, ഹാഷ്മിക്കൊക്കെ ഓർമ്മ കാണും, 2018 എല്ലാവരും എന്നെയൊക്കെ മത്സരിച്ച് പുച്ഛിക്കുമായിരുന്നു. എന്റെ നെഞ്ചിൽ ചവിട്ടിയ യുവതികൾ ശബരിമലയിൽ കയറുമെന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഒരുപാട് ട്രോൾ ചെയ്തു. ഇപ്പൊ ആത്യന്തികമായ നിലപാട് ജയിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞുകൊണ്ടാണ്. ആ സത്യത്തിൽ നമ്മൾ നിൽക്കണം. ഇവിടുത്തെ വിഷയം എന്താ? SITക്ക് ഇപ്പൊ ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിൽ അതിശക്തമായ വിമർശനം ഉണ്ടായി. അപ്പൊ SIT കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിലേക്കോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ തലത്തിലേക്ക് അന്വേഷണം പോകുന്നതിന് പകരം ബാക്കി കുറെ ആൾക്കാരെ പിടിച്ച് അവിടെ നിന്നും കുറെ തൂക്കം ഒപ്പിച്ച് കാര്യങ്ങൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണോ? SIT ഒരു മേക്ക് ബിലീഫിലേക്ക് പോവുകയാണോ? ഓരോരുത്തർക്കും ഇഷ്ടംപോലെ സമയം ഇവിടെ പോറ്റിയടക്കം കസ്റ്റഡിയെടുക്കുന്ന എപ്പോഴാണ്? ഈ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയെടുക്കുന്ന എപ്പോഴാണ്? ഇവർക്ക് ഇഷ്ടംപോലെ സമയം കിട്ടി. ഇവർ ഈ ഗോവർദ്ധനൊന്നും ചെറിയ പുള്ളികളല്ല. എന്താണ്, വലിയ സഹസ്രകോടികളുടെ ആസ്തിയുള്ള ബെല്ലാരി സംഘത്തിനൊക്കെ പിന്തുണയുള്ള വലിയ വലിയ പുള്ളികളാണ്. വലിയ നിയമോപദേശം അവർക്ക് വേണ്ടി ഹാജരാവാൻ ഇറങ്ങുന്ന വക്കീലന്മാരുടെ പറഞ്ഞു കേൾക്കുന്ന പേരുകൾക്കിടയിൽ ഞെട്ടും. കോടിക്കണക്കിന് വിലയുള്ള വക്കീൽമാർ ഇറക്കാൻ ആസ്തിയുള്ളവരാണ്. കൃത്യമായ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ SITയുടെ ചോദ്യങ്ങളെ കൃത്യമായി പൊളിക്കാൻ കഴിയുന്ന രീതിയിൽ വളരെ വളരെ സുഭദ്രമായ മറുപടി മാത്രമേ നൽകുന്നുള്ളൂ എന്നാണ് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്യാൻ SITക്ക് ഇപ്പോഴും കഴിയുന്നില്ല. മൊത്തത്തിൽ കുറെ പിഴവുണ്ട് രാഹുൽ ഈശ്വർ, അത് പറഞ്ഞു തുടങ്ങണം. അവിടെ നമ്മൾ പേടിക്കേണ്ട കാര്യം, ഹൈക്കോടതിയാണ് പരാതിക്കാരൻ.
നമ്മൾ പേടിക്കേണ്ടാത്തതിന്റെ കാര്യം എന്താ അറിയാമോ? ഹൈക്കോടതിയാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവനും ജസ്റ്റിസ് ജയകുമാർ സാറും അടങ്ങുന്ന ബെഞ്ച് വളരെ ഗൗരവത്തോടെ എടുക്കുകയും അതിവൈകാരികമായ ഭാഷയിൽ, പൊതുവെ കോടതികൾ പറയാത്ത രീതിയിൽ എന്താ പറയുക, ഇന്റൻസ് ആയി പറയുന്ന ഭാഷ പോലും നമ്മൾ കാണുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ വറി ചെയ്യേണ്ട കാര്യമില്ല. അവിടെയാണ് SIT ആദ്യ ഘട്ടത്തിൽ ഒരുപക്ഷെ ഹാഷ്മി അടക്കം എല്ലാവരും നന്നായി പോകുന്നു എന്ന് നമുക്കടക്കം തോന്നി. പക്ഷേ പിന്നീട് ഡിസംബർ 4-5 തീയതികളിലും ഇലക്ഷൻ സമയത്ത് വന്നപ്പോൾ, എന്നെയൊക്കെ പിടിച്ചകത്തിരുന്ന ഇലക്ഷന്റെ സമയം വന്നപ്പോൾ SIT മന്ദഗതിയിലായി, രാഷ്ട്രീയ സ്വാധീനത്തിന് വശംവദമായി. ഇങ്ങനൊരു വിമർശനമാണ് ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ അകക്കാമ്പുള്ളത്. നമുക്കിപ്പോൾ അടിസ്ഥാനപരമായി വേണ്ടത് എന്താ? നമുക്ക് ആ സ്വർണം തിരിച്ചെടുക്കണം. ആ സ്വർണ്ണപ്പാളികൾ കോടിക്കണക്കിന് രൂപയ്ക്ക് വിറ്റിട്ടുണ്ടോ? ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആരോപണത്തിന്റെ പ്രസക്തി എവിടെയാണ്? ശ്രീ രമേശ് ചെന്നിത്തല താങ്കൾ പറഞ്ഞതുപോലെ വളരെ പ്രമുഖനായ ഒരു വ്യവസായിയെ കോട്ട് ചെയ്തു. ആ വ്യവസായി SITക്ക് മൊഴി കൊടുത്തു. പ്രൊസീജിയർ എല്ലാം കൃത്യമായി പാലിച്ചു. അപ്പോൾ ഇതിന്റെ പിന്നിൽ അന്വേഷണം നടക്കണം. അതായത് സുഭാഷ് കപൂർ എന്ന് പറയുന്ന 1100 മുതൽ 1500 കോടി വരെ നെറ്റ്വർക്ക് ഉള്ള ഒരു സ്മഗ്ലിംഗ് റാക്കറ്റാണ് സുഭാഷ് കപൂർ. അതേപോലുള്ള റാക്കറ്റ് ഇതിന്റെ പിന്നിൽ ഉണ്ടോ എന്ന് സംശയം ചോദിച്ചത് ഹൈക്കോടതിയാണ്. അപ്പോൾ ആ ഹൈക്കോടതിക്ക് സമാനമായി ഡി മണി, ഇയാളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല, പക്ഷേ ഈ ഡി മണി സ്കൂട്ടറൊക്കെ ഓടിച്ചു പോകാൻ ഇനി ചിലപ്പോൾ പിന്നിൽ കാണും, മീഡിയക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും. അപ്പൊ ഈ ഡി മണി, ദാവൂദ് മണിയോ ഡയമണ്ട് മണിയോ വേറെ എന്ത് മണിയാണെങ്കിലും ഇയാൾ അടക്കമുള്ളവർക്ക് ഇതിൽ എന്തെങ്കിലും ടാഞ്ചിബിൾ എവിഡൻസ് വേണ്ടേ? പിന്നെ ഹാഷ്മി മിസ് ചെയ്തുകൂടാത്തൊരു ചോദ്യമുണ്ട്. അത് നമ്മുടെ റജി ലൂക്കോസ് സാറിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. ഇതിന്റെ പിന്നിലുള്ള പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിലേക്ക് അന്വേഷണം നീളുമോ? അതോ SIT ബാക്കി പരതി അടുത്ത 3 ആഴ്ച കൊണ്ട് ഞങ്ങൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും ഒക്കെ കറങ്ങി പോൾ ബാർബറെ പിടിക്കാൻ ഇന്ത്യയുടെ വെളിയിൽ പോയി, അങ്ങനെ പോൾ ബാർബറെ കിട്ടിയെന്നോ കിട്ടിയില്ലെന്നോ പറഞ്ഞ് ഈ കേസ് അവസാനിപ്പിക്കുമോ? അതോ ഇതൊരു തെഫ്റ്റ് ബൈ പോളിസിയാണ്, അതായത് നയപരമായ കൊള്ളയാണ്. ആ നയം എടുക്കാൻ പ്രേരിപ്പിച്ച ആൾക്കാർ ആരൊക്കെയാണെങ്കിൽ അവർ കൂടെ യഥാർത്ഥത്തിൽ കേസിന്റെ ഇതാണ് ചോദ്യം. ഇപ്പോൾ സ്കൂട്ടറിൽ വന്ന ഡി മണിയുടെ കാര്യം കണ്ട് നമ്മളങ്ങ് അലിയണ്ട. കാര്യം അയാൾക്ക് ഒരു വലിയ അവിടെ കണ്ണായ എന്താണ് കോടികൾ വരെയുള്ള കണ്ണായ സ്ഥലത്ത് 3 നില ബിൽഡിംഗ് ഉണ്ട്. അവിടെ പഞ്ചനക്ഷത്ര ഓഫീസുണ്ട്. കാറൊന്നുമില്ല, ചുമ്മാ പറയുന്നതാണ്. ഈ പറഞ്ഞ സ്കൂട്ടർ മാത്രമൊന്നുമല്ല. അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി, കണ്ണിപ്പുഴ ഇടാൻ വേണ്ടി കാണിച്ച ഒരു നാടകമാണ്. അതെന്തായാലും ഇത്രയും വലിയ കോടീശ്വരന് ഒരു കാർ ഉണ്ടാവാതിരിക്കത്തില്ല. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മാത്രമാവില്ല ഉണ്ടാവുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.